രാജനറിയോ, ഇപ്പൊ ഞാൻ ചിലപ്പോ ഭ്രാന്തിയും മറ്റു ചിലപ്പോ വിഡ്ഢിയുമാണെന്ന് തോന്നുന്നു. ശരിയാണ്, പ്രണയം ഒരു വേള ഒരാളെ വിഡ്ഢിയും ഭ്രാന്തിയുമാക്കും. നേരെ പെങ്ങളെ, പ്രേമം ഒരു വേള ഒരാളെ വിഡ്ഢിയും ഭ്രാന്തിനും ആക്കും. അത് ഉച്ചവെയിലിനെ നിറനിലാവാക്കും, രാത്രികളെ നിർനിദ്രമാക്കും, ഏതാൾക്കൂട്ടത്തിലും ഒരാളെ ഏകാക്കിയാക്കും. വല്ലപ്പോഴും കിട്ടുന്ന കൊട്ടേഷൻ ചെയ്ത് മാന്യായിട്ട് ജീവിച്ചോണ്ടിരുന്ന ചെക്കൻ നിൽക്കണത് ഇപ്പണ്ടാ. അവന്റെ ഒരു പ്രേമവും പ്രേമലേഖനം കാണിച്ചു തരണ്ട എല്ലാത്തിനും ഞാൻ. ആഹാ, അളിയാതെ അവിടെ നിന്റെ കത്തല്ലെടുത്തിന് പോണണ്ടാ. അവന്റെ ഒരു പ്രേമവും ഉണ്ടാകട്ടെ, കത്തിച്ചു കൊടുണ്ടല്ലോ ഞാൻ. കാണിച്ചു തരണ്ട നിന്നെ. ഒരു കത്തുണ്ട്. ഇങ്ങടാ അളിയാ, അളിയനുള്ള കത്താണ് കേട്ടാ. അവളുടെ ആയിരിക്കും. തകട് പിടിച്ചേ. പ്രിയപ്പെട്ട രാജൻ, എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ രാജൻ എഴുതുന്ന അവസാന കത്തായിരിക്കും. പലപ്പോഴും എൻ്റെ ഭർത്താവിനോട് എനിക്ക് അങ്ങേയറ്റം വെറുപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അയാൾ എന്നെ പിരിഞ്ഞു പോകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. രാജിനി എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനോ ശ്രമിക്കരുത്. ഗുഡ് ബൈ, മായ. നിനക്ക് അവസാനത്തെ കത്താണ്. ഒരിക്കലും സാറ് പറ, ഈ ജാതി കത്തയക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? ഹായ്, സാറ് വലിയ വക്കീലല്ലേ, ഉത്തരം പറ സാറേ. അതിപ്പോ സാറ് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പറയാം. ഇതിന്റെ പിന്നില് ഒരാളുണ്ട്. ആര്? വേറെ ആര്? ആ പരട്ടക്കിഴങ്ങനെ അവിടെ ഭർത്താവ്. എന്നീ കത്ത് എഴുതിയിട്ടുണ്ടോ? ഹായ്, എന്തുകൊണ്ടാ സാറേ എഴുതണേ? ഇതൊക്കെ ആലോചിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ആനയാണ്, കുതിരയാണ്, തേനാണെന്നൊക്കെ ആദ്യം പറഞ്ഞ പെണ്ണ് ഇപ്പൊ കല്ലാണ്, കരടാണ്, കാഞ്ഞിര കുറ്റിയാണെന്നൊക്കെ പറയണെങ്കിൽ അതിന്റെ പിന്നിൽ അവനല്ലാണ്ട് പിന്നെ ആരുള്ളത്? അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ സാറേ? സാറിന്റെ കേസ് വധിച്ചാ മതിന്ന്. സാറെന്തുകൊണ്ടാണ് ചിരിച്ചു തള്ളിയത്? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അയാളും അവളും തമ്മിൽ ഒരു ചേർച്ചില്ല സാറേ. അത് രാജൻ എങ്ങനെ അറിയാം? അത് അയാളെ പറ്റി ഏകദേശമൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണ് അസലായിട്ട് ബുക്കുകൾ വായിക്കണ കൂട്ടത്തിലാ സാറേ. എഴുതണ കത്തിലൊക്കെ അജാതി കോട്ടിങ്സ് ആണ്. അവക്ക് ഇത്ര ബുദ്ധി കിട്ടിയത് അവിടെ അപ്പൂപ്പന്റെ കയ്യിൽ നിന്നാ. മൂപ്പര് ഈച്ചടാവുന്നില്ലട്ടാ, വലിയ പേര് കേട്ടാളാ. അങ്ങനെ പടായപ്പോ ആളുടെ ബുക്കെല്ലാം നമ്മടെ പെണ്ണിനെ കൊടുത്തേ. അത് മുഴുവൻ വെക്കണമെങ്കിൽ തന്നെ ഫ്ലാറ്റിന്റെ ഒരു മുറി ഫുള്ള വേണമെന്ന്. അവിടെ ഭർത്താവാണെങ്കില ഓഫീസ് വിട്ട സ്ഥല കച്ചവടം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. കാര്യം ഞാനൊരു 7 അങ്കുലേ സാറേ. ആ എന്നോട് അവക്കൊരു ഇത് തോന്നണമെങ്കിൽ അവിടെ ഭർത്താവ് എന്തോരം വലിയ ചെറ്റയാവുന്നു സാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാൾക്ക് അവളോട് സ്നേഹമൊന്നുമില്ല സാറേ. ആകെ ഉണ്ടായിരുന്നൊരു കുട്ടി ചാവാൻ തന്നെ കാരണം അയാളാ. തന്നെ തന്നെ എങ്ങനെ അവർക്കറിയാം? അത് സസ്പെൻസ് ആണ്, നേരി കാണുമ്പോ പറയാന്നാ പറഞ്ഞിരിക്കണേ സാറേ. എഴുതിയ 6 കത്തിലും എപ്പോഴും എന്നെ തന്നെ ഓർത്തുകൊണ്ടിരിക്കണോന്ന് എഴുതിയ പെണ്ണ് ഈ കത്തില് ഇനി ഞാൻ ഒരിക്കലും എഴുതില്ല എന്ന് പറയണെങ്കിൽ അതിന്റെ പിന്നിൽ തെണ്ടിയാവില്ല സാറേ. ഒരു കാര്യം ഉറപ്പാട്ടാ, അവളൊരു വാക്കാ പറഞ്ഞ അവനെ കൊന്നിട്ടായാലും ഞാൻ അവളെ കെട്ടും. അവക്ക് വേണ്ടി ഞാൻ അത്രയ്ക്ക് നന്നായി പോയി സാറേ. ഇനി മാറാൻ പറ്റില്ല. അതുകൊണ്ടാ തൽക്കാലം ഈ കത്ത് എന്റെ കയ്യിലിരിക്കുന്നുണ്ട്, വിരോധമൊന്നുമില്ല. അത് വേണ്ട സാറേ, എന്റെ കയ്യിലുള്ള ആകെ ഒരു തെളിവായത്. ബാക്കി പെങ്ങളെ വിശേഷം കത്തിച്ച് കളഞ്ഞേ. അതല്ല, ഞാൻ തന്നെ വക്കീലല്ലേ, അപ്പൊ പേടിക്കൊന്നും വേണ്ട. ഒന്നും ശരിയാവില്ല സാർ, ഇങ്ങോട്ട് തന്നേക്ക്. താൻ നാളെ കാലത്ത് ഓഫീസിലേക്ക് വന്നേക്ക്. അവിടെ വെച്ച് നമുക്ക് ഈ കത്തിനൊരു പരിഹാരം ഉണ്ടാക്കാം. സത്യാണല്ലോ അല്ലേ? സത്യം. ചെല്ല് ചെല്ല്. വളർന്നു വന്ന സാഹചര്യം, ഒറ്റയ്ക്കായതുകൊണ്ട് പുസ്തകങ്ങളെയും അതിലെ ലോകത്തെയും ആവശ്യത്തിൽ കൂടുതൽ യാഥാർത്ഥ്യമായി കണ്ടത്, സർവോപരി കുട്ടിയുടെ മരണം.
അതിന് കാരണം മനോജാണെന്ന തോന്നൽ. ഭാവനയുടെ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവാം. പക്ഷേ അതൊരു ദിവസം കൊണ്ടുണ്ടായതല്ല, ഒരുപാട് നാൾ കൊണ്ട് ഗ്രാജുവലായി രൂപപ്പെട്ടു വന്നതാണ്. ആ ചേഞ്ചസ് ആദ്യമേ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ താൻ പിന്നെ എന്ത് ഭർത്താവാടോ? അവളെപ്പോഴും അവളുടേത് മാത്രമായിട്ടുള്ളൊരു ലോകത്തായിരുന്നു ഡോക്ടർ. അവൾക്ക് സന്തോഷം അതാണെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. എല്ലാവർക്കും അവരവരുടേത് മാത്രമായ ലോകമുണ്ട് മനോജ്. അതിനോടൊപ്പം പൊതുവായൊരിടം കൂടി എല്ലാവർക്കും വേണ്ടി പങ്കിട്ടെടുക്കുമ്പോഴാണ് കുടുംബം എന്ന വാക്കിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഇല്ലാത്ത ഒരാളുമായി ഭാവന സംസാരിക്കുന്നു എന്ന് മനോജ് പറയുമ്പോൾ സംഭവിക്കുന്നത് ഭാവന അവൾ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരാളെ മുന്നിൽ കാണുകയാണ്. ദാറ്റ് മീൻസ് എ വിഷ്വൽ ഹാലുസിനേഷൻ. സ്കിസോഫ്രാനിക്കായ ചില രോഗികളിൽ ഇത്തരം അവസ്ഥ കണ്ടുവരാറുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് മാത്രം കാണാവുന്ന ഒരു ലോകം അവർ സൃഷ്ടിക്കും, അവർക്ക് മാത്രം സംസാരിക്കാവുന്ന കഥാപാത്രങ്ങളെയും. അപ്പോ അവൾ ഈ രാജൻ എഴുതുന്ന കത്തുകളോ? അത് അവളുടെ ഭാവനയിലെ പുരുഷ രൂപത്തിന് വേണ്ടി മനസ്സ് കണ്ടെത്തുന്ന ലോജിക്കൽ സപ്പോർട്ടായി കണക്കാക്കാം. മനോജിനോടുള്ള ദേഷ്യമോ വാശിയോ അല്ലെങ്കിൽ മനോജിനുണ്ടെന്ന് അവർ സംശയിക്കുന്ന മറ്റ് ബന്ധങ്ങളോടുള്ള പകരം വീട്ടിലോ ആയി അതിനെ കണ്ടാൽ മതി. കൂടുതൽ കൃത്യമായൊരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ എനിക്ക് ഭാവനയുമായൊരു കൺസൾട്ടേഷൻ വേണം. ഇനിയും ഒരു അരൂപിയുമായി ഭാവന സംസാരിക്കുന്നു എന്ന് കണ്ടാൽ താനില്ലാത്തപ്പോൾ എന്തിനാണ് അയാൾ അവിടെ വന്നതെന്ന് ഭാവനയോട് ചോദിക്കുക. ലെറ്റ്സ് സീ ഹൗ ഷി റിയാക്ട്സ്. പോയില്ലേ? താൻ പോയിട്ട് പിന്നെ വാ. രാജ ഇവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് ഒരു കാര്യമില്ല. എപ്പോഴാ വരാൻ പറ്റുകയെന്ന് അറിയില്ല എന്ന് സാർ ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞോളൂ. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണത്? ഞാൻ എന്റെ സ്വന്തം കാലം നിൽക്കുന്നതിന് സാറിന് എന്തൊരു ബുദ്ധിമുട്ടുള്ളത്? സാറിന്റെ പണി നോക്ക് സാറേ. ഇത് വലിയ കുരിശല്ലേ ഇപ്പോ? അയാൾ അവിടെ നിന്നോട്ടെ പ്രിയ. പ്രീതി, ഇയാളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടാനാ സാർ പറഞ്ഞത്. ചിലപ്പോ ഫീസ് കിട്ടാണ്ടാവും. അപ്പൊ പിടിച്ചു നിർത്തുവല്ലേ വേണ്ടത്? ഇപ്പൊ അങ്ങനെ പറഞ്ഞത്. ദേ സാറ് വരുന്നു, നേരിട്ട് ചോദിച്ചു. നമസ്കാരം സാറേ. ഇയാളെ പറഞ്ഞു വിടാനാണോ അതോ പിടിച്ചു നിർത്താനാണോ? എനിക്ക് സംശയമില്ലട്ടാ, നിർത്താൻ തന്നെ ആവും. എന്തായി സാറേ, എത്ര നേരം അറിയാം ഞാൻ കാത്തു നിൽക്കണത്. സാറിന് ആളെ പിടികിട്ടിയ പുള്ളിക്കാരനെ പുറകിലത്തെ മുറിയിലേക്ക് പറഞ്ഞു വിട്. സാറെന്തൊട്ട് പറഞ്ഞേ? കിട്ടിയാ? കിട്ടി. നീ എന്താ ഇവിടെ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ചെല്ല് ചെല്ലട്ടോ. രാജന് ഈ കുട്ടി എത്ര കാലമായിട്ട് അറിയാം? എനിക്കല്ല സാറേ, ആൾക്ക് എന്നെയല്ലേ കാലങ്ങളായിട്ട് അറിയണേ. ഞാൻ ജയിലിൽ കിടന്നപ്പോഴാണല്ലോ ആളുടെ ആദ്യത്തെ കത്തെനിക്ക് കിട്ടിയേ. അതായത് ഏകദേശം ഒരു മാസം അല്ലേ? പക്ഷെ പ്രേമത്തിന്റെ കാര്യത്തില് ദിവസവും മാസമൊന്നും ഇല്ല കേട്ടോ സാറേ. 10 കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിക്കണവര് ഈസി ആയിട്ട് ഇട്ടിട്ട് പോണല്ലേ. ഇതൊരു ഫീലാണ് സാറേ. നമ്മുടെ ലിബിയലിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ജാതി പ്രിന്യാസം. എന്ന് വെച്ചാ എന്നെ ആരും ഇതുവരെ ഇങ്ങനെ ഒന്ന് സ്നേഹിച്ചിട്ടില്ല സാറേ. പക്ഷേ ആ കുട്ടിയെ സ്നേഹിക്കാനായിട്ടേ അവൾക്കൊരു ഭർത്താവുണ്ട്. പക്ഷെ അതെനിക്കൊരു പ്രശ്നമല്ലല്ലോ. അവൾക്ക് അയാളെ ഇഷ്ടമല്ല വെച്ചാ അയാൾ എത്ര ഇഷ്ടപ്പെട്ടിട്ട് എന്തുട്ടാ സാറേ കാര്യം? അവളൊരാളുടെ പിന്നെ ഭാര്യയാണ് മിസ്റ്റർ രാജൻ. 6 ഭാര്യയാണ് എനിക്ക് ചീള് കേസാണ് സാറേ. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ അത്രയ്ക്ക് അങ്ങോട്ട് കൊണ്ടു നടക്കാണ് സാറേ. ഇനി അത് ഇറക്കി വെക്കാൻ പറ്റില്ല. അതായത് രാജൻ ഈ കാര്യത്തിന്റെ സീരിയസ്നെസ് അറിയാൻ വയ്യാത്തോണ്ടാ. ആ കുട്ടിയുടെ ഭർത്താവ് അങ്ങനെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ അപ്പൊ താനകത്താ. അങ്ങനെ അകത്താകാണ്ടിരിക്കാനല്ലേ ഫീസ് നിന്ന് സാറിന് നിർത്തിയിരിക്കണേ. അവക്ക് അയാളല്ലേ എന്നെയാണ് ഇഷ്ടം കോടതിയിൽ പറഞ്ഞാൽ തീർന്നില്ലേ സാറേ കേസ്? എന്ത് പറ്റി സാറേ? ഒന്നുമില്ല. അതായത് ചിലപ്പോ ഇനി അവളിത് തമാശക്ക് ചെയ്തതാണെങ്കിലോ, സീരിയസ് അല്ലാതെ ഒരു കോമഡിക്ക്. അങ്ങനെയാണ് ഞാൻ കൊല്ലും. സത്യ സാറേ, എന്നെ ആക്കിയിട്ട് പോണുള്ള പരിപാടി വെച്ചാ അവളെ ഞാൻ പട്ടാക്കും.